ഇന്ത്യയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. വർഷം 1448. ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് ഭരിക്കുന്നത് സെയ്ദ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ ചക്രവർത്തിയായ അല്ലെങ്കിൽ സുൽത്താനായ അലാവുദ്ദീൻ ആലം ഷായാണ്. വളരെ ഭീരുവായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. എപ്പോൾ വേണമെങ്കിലും സിർഹിന്ദിലെ ഗവർണറായ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഞ്ചാബിലെ ഗവർണറായ ബഹ്ലൂൽ ലോധി തന്നെ ആക്രമിക്കുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആരോടും ഒന്നും പറയാതെ നേരെ അദ്ദേഹം ഇന്നത്തെ ഉത്തർപ്രദേശ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ബദൂനിലേക്ക് പുറപ്പെട്ടു. നിലവിൽ ഡൽഹിയിൽ ഭരിക്കാൻ ആരുമില്ല. പുതിയൊരു ഭരണാധികാരി എത്രയും പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ ശത്രുക്കൾ എപ്പോൾ വേണമെങ്കിലും ഡൽഹിയെ പൂർണ്ണമായിട്ടും കീഴടക്കാം. ആർക്കാണ് ഡൽഹിയെ ഇപ്പോൾ സംരക്ഷിക്കാൻ സാധിക്കുന്നത്? നോബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അവരുടെ മുൻപിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സിർഹിന്ദിലെ ഗവർണറായ ബഹ്ലൂൽ ലോധിയാണ്. നോബിൾസിൽ ഒരു വിഭാഗം ആളുകൾ നേരെ ബഹ്ലൂൽ ലോധിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അദ്ദേഹത്തെ ക്ഷണിച്ചു, താങ്കൾ ഡൽഹിയിലേക്ക് വരണം. ഡൽഹി താങ്കൾ ഭരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അടുത്ത സുൽത്താനായിട്ട് താങ്കൾ മാറിയില്ലെങ്കിൽ ഈ ഡൽഹി സുൽത്താനേറ്റ് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ബഹ്ലൂൽ ലോധി ഇത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം നേരെ തൻ്റെ സേനയുമായി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. 1451 ഡൽഹിയിലെ അടുത്ത സുൽത്താനായി ബഹ്ലൂൽ ലോധി അവരോധിതനായി. പക്ഷേ അത് സെയ്ദ് ഡൈനാസ്റ്റി ആയിരുന്നില്ല. കാരണം സെയ്ദ് ഡൈനാസ്റ്റിയിൽ അല്ലെങ്കിൽ സെയ്ദ് കുലത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല ബഹ്ലൂൽ ലോധി. അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു അഫ്ഗാനായിരുന്നു. ലോധി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുതിയ സുൽത്താൻ പുതിയ ഡൈനാസ്റ്റിയിലെ സുൽത്താനായിട്ടാണ് അവരോധിതനായത്. ആ ഡൈനാസ്റ്റിയുടെ പേരാണ് ലോധി ഡൈനാസ്റ്റി. ഡൽഹി സുൽത്താനേറ്റിൽ തന്നെ ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി. ഇവരിൽ നിന്നാണ് പിന്നീട് മുഗൾ രാജവംശം അധികാരം പിടിച്ചടക്കുന്നത്. മറ്റുള്ള സുൽത്താൻമാർ ചെയ്തതുപോലെ തന്നെ അധികാരത്തിലേറിയതിന് ശേഷം ബഹ്ലൂൽ ലോധി അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മാറ്റി, ബഹ്ലൂൽ ഷാ ഗസി എന്നാക്കി. അദ്ദേഹം അധികാരത്തിലേറി കുറച്ചു നാളുകൂടെ കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ ഒരു കത്ത് എത്തിച്ചേർന്നു. കത്ത് വന്നിരിക്കുന്നത് ബദൂനിൽ നിന്നാണ്. അതെ, ഇവിടെ നിന്ന് പേടിച്ചോടിപ്പോയ അലാവുദ്ദീൻ ആലം ഷായാണ് കത്ത് അയച്ചിരിക്കുന്നത്. ആലം ഷായ്ക്ക് പിന്നെയും പേടിയാണ്. ബഹ്ലൂൽ ലോധി അടുത്ത ചക്രവർത്തിയായിട്ടൊക്കെ മാറി. പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ സംശയിക്കാം, എപ്പോൾ വേണമെങ്കിലും ആലം ഷാ തന്നെ ആക്രമിച്ച് അധികാരം തിരിച്ചു പിടിക്കുമെന്ന്. ആ സംശയം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ബഹ്ലൂൽ ലോധിയെ ആവത് പുകഴ്ത്തിയിട്ടാണ് ഒരു കത്ത് അങ്ങോട്ട് അയച്ചേക്കുന്നത്. താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, താങ്കളെ ഞാൻ ആക്രമിക്കുന്നില്ല, താങ്കളെ എനിക്ക് വലിയ കാര്യമാണ്, താങ്കളെ പൂർണ്ണമായിട്ടും സുൽത്താനായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിരുന്നു. ബഹ്ലൂൽ ഷാ ഗസിക്ക് ഇനി ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഭരിക്കാം. മുൻപ് ചക്രവർത്തിമാർ അധികാരത്തിലേറിയതുപോലെ, അല്ലെങ്കിൽ മുൻപുള്ള ഡൈനാസ്റ്റികൾ അധികാരത്തിലേറിയതുപോലെ അല്ല ബഹ്ലൂൽ ഷാ അധികാരത്തിലേറിയിരിക്കുന്നത്. ഇവിടെ ഒരു രക്തച്ചൊരിച്ചിലും സംഭവിച്ചിട്ടില്ല. നോബിൾസ് അദ്ദേഹത്തെ ക്ഷണിച്ചങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. മാത്രമല്ല, ബഹ്ലൂൽ ലോധി ഒരു രാജരക്തമൊഴുകുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ ആരും മുൻപ് ചക്രവർത്തിമാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ആളുകളോ അല്ല. മറിച്ച് അവരെല്ലാവരും കുതിരക്കച്ചവടക്കാരായിരുന്നു. അതും ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗത്തായിരുന്നില്ല, മറിച്ച് അവർ അങ്ങ് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. പ്യുവർ അഫ്ഗാൻ രക്തമൊഴുകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ കുടുംബവും അനവധി കുതിരകളെ ട്രേഡ് ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചിട്ടാണ് അവർ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പുതിയതായി പഠിക്കാൻ സാധിച്ചു. കുതിരകളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു, കുതിരകളുടെ യുദ്ധത്തിലുള്ള മേൽക്കോയ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു, എങ്ങനെ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. കുതിര വ്യാപാരികളുടെ തന്നെ ഒരു തലവനായി മാറാൻ ബഹ്ലൂൽ ലോധിക്കും അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ഇസ്ലാം ഖാനും സാധിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം ഖാനും അദ്ദേഹത്തിൻ്റെ അനന്തരവനായ ബഹ്ലൂൽ ലോധിയും അഫ്ഗാനിസ്ഥാൻ വിട്ടു. അവർ നേരെ വരുന്നത് ഡൽഹി സുൽത്താനേറ്റിലേക്കാണ് കൂടുതൽ വ്യാപാരങ്ങൾ നടത്താൻ. ബഹ്ലൂൽ ലോധിയെപ്പോലെ തന്നെ വളരെ മിടുക്കനായിരുന്നു ഇസ്ലാം ഖാനും. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം അധികം വൈകാതെ തന്നെ ലഭിച്ചു. മികച്ച ഒരു സൈനിക മേധാവിയായിട്ട് മാറാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു.
അതിനുപരിയായി സെർഹിന്ദിലെ ഗവർണറായിട്ടും അദ്ദേഹം അവരോധിതനായി. കുറച്ചു നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഇസ്ലാം ഖാൻ മരണമടഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗവർണർ സ്ഥാനം പോകുന്നത് അദ്ദേഹത്തിൻ്റെ അനന്തരവനായ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ബഹ്ലൂൽ ലോധിക്കാണ്. അങ്ങനെയാണ് അദ്ദേഹം ഗവർണറാകുന്നത്. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിട്ട് മാറിയിരിക്കുന്നു. ബഹ്ലൂൽ ലോധി അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ ദിവസം എല്ലാവരും കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ തൊട്ടരികിൽ. എങ്ങനെയാണ് അദ്ദേഹം പെരുമാറാൻ പോകുന്നതെന്ന് അവർക്കൊക്കെ അറിയണമായിരുന്നു. ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി ആയിരിക്കുമോ, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ആലം ഷായെ പോലെ വളരെ ഭീരുവായിരിക്കുമോ, ഒരു രീതിയിലുള്ള കഴിവുമില്ലാത്ത ചക്രവർത്തി ആയിരിക്കുമോ ബഹ്ലൂൽ ലോധി? ഒട്ടും വൈകിയില്ല ബഹ്ലൂൽ ലോധി പതിയെ ആ രാജസദസ്സിൻ്റെ മുൻപിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന നോബിൾസിന് താണു വണങ്ങാൻ അല്പം മടിയായിരുന്നു. കാരണം ബഹ്ലൂൽ ലോധി യുദ്ധത്തിലൂടെ അല്ല ആ പ്രദേശം കീഴടക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചക്രവർത്തി ആയിരിക്കുന്നത്, മറിച്ച് ഇവിടെയുള്ള നോബിൾസിൻ്റെ സഹായത്താലാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് രാജരക്തമൊന്നുമല്ല, അദ്ദേഹത്തെക്കാൾ വളരെയധികം ഉയർന്ന പൊസിഷനിലാണ് ഇവിടെയുള്ള ഓരോ നോബിൾസും ഉള്ളത്. അതുകൊണ്ട് ആരും താണു വണങ്ങിയില്ല. ബഹ്ലൂൽ ലോധി പതിയെ സിംഹാസനത്തിൻ്റെ നേരെ നടന്നു. ചുറ്റുവട്ടത്തുമുണ്ടായിരുന്ന നോബിൾസിനെ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ചു. ആരും താണു വണങ്ങുന്നില്ല. മുൻകൂട്ടി ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ആ രാജസദസ്സിൻ്റെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പമൊന്ന് നടന്നതിന് ശേഷം എല്ലാവരുടെ നേർക്കായി അദ്ദേഹം നിന്നു. അതിനുശേഷം നേരെ അദ്ദേഹം തറയിലേക്കിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള ചുവന്ന പരവതാനി വിരിച്ചിട്ടുള്ള ഒരു തറയായിരുന്നു അവിടെ. അദ്ദേഹത്തിന് അവിടെ കുനിഞ്ഞിരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ചുറ്റുവട്ടത്തുള്ള നോബിൾസിനെ ഒന്ന് നോക്കി. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. സിംഹാസനത്തിൽ പോയിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതാ സുൽത്താൻ തറയിലിരിക്കുന്നു. തങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് നോബിൾസിന് ഒരു പിടിയുമില്ല. തറയിലിരുന്നു കൊണ്ട് വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടു കൂടി സുൽത്താൻ അവരെ നോക്കി ഒരു വാചകം മൊഴിഞ്ഞു. മസനാദ് ഐ അലി. അതിൻ്റെ അർത്ഥം യുവർ ഹൈനസ് എന്നാണ്. നിങ്ങൾക്ക് എന്നോടൊപ്പം ഇവിടെ തറയിലിരിക്കാം. ഒരിക്കലും ഒരു സുൽത്താൻ അത്തരത്തിലുള്ളൊരു പ്രയോഗം നോബിൾസിനോട് നടത്തില്ല. വളരെ ധാർഷ്ട്യത്തോടുകൂടി വളരെ അഹങ്കാരത്തോടു കൂടിയായിരിക്കും സംസാരിക്കുക. പക്ഷേ വളരെ ബഹുമാനത്തോടു കൂടി നോബിൾസിനോട് സംസാരിച്ചിരിക്കുന്നു. മാത്രമല്ല ആ സുൽത്താൻ ഇപ്പോൾ ഇരിക്കുന്നത് രാജസദസ്സിൻ്റെ തറയിലാണ്, അല്ലാതെ സിംഹാസനത്തിലല്ല. ഇത് കേട്ടതും നോബിൾസ് ഒന്നുറപ്പിച്ചു. മുൻപുണ്ടായിരുന്ന സുൽത്താൻമാരിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ബഹ്ലൂൽ ലോധി. ഇദ്ദേഹം അതിബുദ്ധിമാനാണ്, ഞങ്ങളോടൊക്കെ വളരെ സ്നേഹവുമാണ്. അവർ ആ സുൽത്താൻ്റെ തൊട്ടരികിൽ തറയിൽ ഇരുന്നു. ഇനിയുള്ള നാളുകളിൽ ഞാൻ ആ സിംഹാസനത്തിലിരിക്കാൻ പോകുന്നില്ല, മറിച്ച് നിങ്ങളോടൊപ്പം ഈ തറയിലിരുന്ന് രാജ്യം ഭരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സ്നേഹവും ബഹുമാനവും അവിടെ ഉണ്ടായിരുന്ന നോബിൾസിന് മാത്രമല്ല ആസ്വദിക്കാൻ സാധിച്ചത്, ആ രാജ്യത്തിൻ്റെ സുരക്ഷ കയ്യിൽ കൊണ്ട് നടക്കുന്ന പട്ടാളക്കാർക്കും ആസ്വദിക്കാൻ സാധിച്ചു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നേരെ മിലിറ്ററി ക്യാമ്പിലേക്ക് പോവുകയാണ്. അവിടെ അപ്പോൾ പട്ടാളക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ അവരുടെ അടുത്തേക്ക് പോയി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അദ്ദേഹം കൈയിട്ട് വാരി കഴിച്ചു. അതിനുശേഷം അവരുടെ തോളത്ത് കൈയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അന്നോളം ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തിമാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സകലരെയും സ്നേഹിച്ചു, അവിടെ ഉണ്ടായിരുന്ന പ്രജകളെയും സ്നേഹിച്ചു. എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുൽത്താനായിട്ട് അദ്ദേഹം മാറി. ബഹ്ലൂൽ ലോധി അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിനറിയാം സ്നേഹം കൊണ്ട് ഈ രാജ്യം തന്നെ കീഴടക്കാൻ സാധിക്കുമെന്ന്, ഇവിടെയുള്ള ഓരോ നോബിൾസിനെയും കീഴടക്കാൻ സാധിക്കുമെന്ന്. സ്നേഹം മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റുള്ള ചക്രവർത്തിമാരെ പോലല്ല ബഹ്ലൂൽ ലോധി. ശരീരത്തിലൂടെ ഒഴുകുന്നത് രാജരക്തമല്ല. അപ്പോൾ ഇങ്ങനെ സ്നേഹം കൊടുത്തു മാത്രം നമുക്ക് ഈ പ്രദേശം കീഴടക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. മുമ്പുണ്ടായിരുന്ന സുൽത്താൻമാർ ഒരുപാട് സ്ഥലവും പണവുമൊക്കെ നോബിൾസിനും മിലിറ്ററിക്കുമൊക്കെ കൊടുത്തിട്ടാണ് അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയിരുന്നത്. എന്നാൽ ഇവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ട് സ്ഥലമോ പണമോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. കൊടുക്കേണ്ടി വന്നത് സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തിന് പകരമായി അവർ തിരിച്ചും സ്നേഹിച്ചു. അവരുടെ സ്നേഹം പണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഭൂമിയുടെ പേരിലോ ആയിരുന്നില്ല, മറിച്ച് ആ വ്യക്തിയോട് തിരിച്ചു കാണിക്കുന്ന ഒരു സ്നേഹം മാത്രമായിരുന്നു. അവർ അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു.
പണവും ഭൂമിയും ഒന്നും ഇത്തരത്തിൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ വലിപ്പമാണ്. ഇന്നത് വളരെ വളരെ ചെറിയ ഒരു രാജ്യം മാത്രം. അതിൻ്റെ കാരണം ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന സെയ്ദ് ഡൈനാസ്റ്റിയിലെ വളരെ വളരെ ദുർബലരായിട്ടുള്ള ചക്രവർത്തിമാരായിരുന്നു. ഇനി ബഹ്ലൂൽ ലോധിയുടെ കയ്യിലാണ് ഈ രാജ്യം. ഈ രാജ്യത്തെ ഇനിയും വലുതാക്കണം. ചുറ്റുപാടും ശത്രുക്കളാണ്. ആ രാജ്യങ്ങൾക്കൊക്കെ ഡൽഹിയെ കൂടി സ്വന്തമാക്കണം. ഏറ്റവും വലിയ ശത്രു ഡൽഹിയുടെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ജുവാൻപൂറാണ്. ജുവാൻപൂർ ആ കാലഘട്ടത്തിൽ ഡൽഹിയേക്കാൾ ശക്തമാണ്. ഭൂമിയുടെ വലിപ്പം വെച്ച് നോക്കിയാൽ തന്നെ ഡൽഹിയേക്കാൾ വളരെ വലുതാണ്. കൂടാതെ സാമ്പത്തികമായിട്ടും മിലിറ്ററിപരമായിട്ടും അവർ ഡൽഹിയേക്കാൾ വളരെയധികം മുൻപിലാണ്. അധികാരത്തിലേറി അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ജുവാൻപൂർ ഡൽഹിയെ ആക്രമിച്ചു. അത് ശക്തമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ബഹ്ലൂൽ ലോധിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ആദ്യഘട്ട യുദ്ധങ്ങളിലൊക്കെ ജുവാൻപൂരിനായിരുന്നു മുൻതൂക്കം. അവർക്ക് കുറേയധികം പ്രദേശങ്ങൾ ഡൽഹിയിൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷേ ബഹ്ലൂൽ ലോധി യുദ്ധത്തിലും വീരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടൊപ്പം തന്നെ നിന്നു. നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. 1-2 വർഷം നീണ്ടുനിന്ന യുദ്ധമല്ല ജുവാൻപൂറുമായിട്ട് നടന്നത്, മറിച്ചത് 25 വർഷക്കാലമാണ് നീണ്ടു നിന്നത്. ജുവാൻപൂറാണ് ആദ്യഘട്ടങ്ങളിൽ ഡൽഹിയുടെ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുന്നത്. എന്നാൽ ബുദ്ധിപൂർവം പല ട്രാപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ ബഹ്ലൂൽ ലോധിക്ക് സാധിച്ചു. അതിബുദ്ധിമാനാണ്. ജുവാൻപൂറിലെ സൈനികർ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടേയിരുന്നു. നുഴഞ്ഞു കയറുന്ന പ്രദേശത്തിന് ചുറ്റുവട്ടത്തായിട്ട് ബഹ്ലൂൽ ലോധി ഒരു വലിയ ട്രാപ്പ് ഉണ്ടാക്കി. ശത്രു സൈനികർ ഉള്ളിലേക്ക് കയറുന്നതനുസരിച്ച് അവരെ ആ ട്രാപ്പിൻ്റെ ഉള്ളിൽ ഒതുക്കി. അവരുടെ ചുറ്റുപാട് മുഴുവനും ഡൽഹിയിലെ സൈനികരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എല്ലാ വശങ്ങളിൽ നിന്നും ആ ശത്രുക്കളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾക്കൊടുവിൽ 25 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജുവാൻപൂർ അല്ലെങ്കിൽ ഇന്നത്തെ വാരണാസി പൂർണ്ണമായിട്ടും ബഹ്ലൂൽ ലോധിക്ക് കീഴടക്കാൻ സാധിച്ചു. 38 വർഷക്കാലമാണ് അദ്ദേഹത്തിന് ഡൽഹി ഭരിക്കാൻ സാധിച്ചത്. അത്രയധികം വർഷം ഒരു വ്യക്തി ഡൽഹി ഭരിക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയ കാര്യമാണ്. ഒന്നാമത് അവരുടെ പ്രായം, അതൊരു വലിയ വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഉള്ളതുപോലുള്ള ചികിത്സയൊന്നും ആ കാലഘട്ടത്തിൽ കിട്ടില്ല, അത് എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും. രണ്ടാമത്തെ കാരണം ശത്രുക്കളുടെ ആക്രമണം. മൂന്നാമത്തെ കാരണം സ്വന്തം രാജ്യത്തു നിന്നുണ്ടാകുന്ന ആഭ്യന്തര ലഹളകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ആക്രമണങ്ങൾ. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു ആക്രമണവും ഉണ്ടായില്ല. കാരണം അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. എല്ലാവർക്കും അദ്ദേഹം ചക്രവർത്തിയായിട്ട് തുടരുന്നതിനോട് വളരെയധികം സന്തോഷമായിരുന്നു. അദ്ദേഹം 80 വർഷത്തിൽ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. 1489 ഒരു യുദ്ധത്തിന് പോയതാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞ് അദ്ദേഹവും സംഘവും നേരെ ഡൽഹിയിലേക്ക് കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്രക്കിടയിലാണ് അദ്ദേഹത്തിന് രോഗബാധിത ഉണ്ടാകുന്നത്. ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് അവിടെ തന്നെ ഒരു ക്യാമ്പ് ഉണ്ടാക്കി. ആ ക്യാമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹം മരിച്ചതോടുകൂടി ആ ഡൽഹി അനാഥമായി പോയി. ഇതിനു മുൻപും ഒരുപാട് സുൽത്താൻമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സുൽത്താനും മരിച്ചപ്പോൾ ഇത്രയധികം ആളുകൾക്ക് വേദന ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സകല പട്ടാളക്കാരും സകല നോബിൾസും കരഞ്ഞു. ബഹ്ലൂൽ ലോധിയുടെ മക്കളും അവരുടെ അമ്മമാരും കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല ആളുകളും പൊട്ടിക്കരഞ്ഞു. ആ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്ന സകല ജനങ്ങളും കരഞ്ഞു. കാരണം ബഹ്ലൂൽ ലോധി അവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സുൽത്താനായിരുന്നു. ഒരു കാലഘട്ടത്തിലും ബഹ്ലൂൽ ലോധിയോളം സ്നേഹമുണ്ടായിരുന്ന ഒരു ചക്രവർത്തിയും ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുകയുമില്ല. ആ രാജ്യത്തെ മുഴുവനും നഷ്ടത്തിലാക്കിക്കൊണ്ട് തീരാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ബഹ്ലൂൽ ലോധി ഈ ഭൂമിയോട് തന്നെ വിട പറഞ്ഞു. ഇനി ആരാണ് ഡൽഹി ഭരിക്കാൻ പോകുന്നത്? നോബിൾസിനിടയിൽ വളരെ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആൾ ബാർബക്ഷായാണ്, ബഹ്ലൂൽ ലോധിയുടെ ഏറ്റവും മൂത്ത മകൻ. പക്ഷേ ബാർബക്ഷായ്ക്ക് ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ട്. ജുവാൻപൂർ എന്ന പ്രദേശം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബാർബക്ഷായാണ്. ബഹ്ലൂൽ ലോധിയുടെ രണ്ടാമത്തെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് നസീം ഷാ എന്നാണ്. നസീം ഷാ മികച്ച ഒരു ഭരണകർത്താവായി മാറും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടും അഫ്ഗാനല്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു മുസ്ലിമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് തീർച്ചയായിട്ടും ബഹ്ലൂൽ ലോധിയാണ്. പക്ഷേ അമ്മ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. പകുതി ഹിന്ദുവും പകുതി മുസ്ലിമുമാണ്. അമ്മയുടെ മതം മാത്രമല്ല പ്രശ്നം, കുലവും പ്രശ്നമാണ്. അമ്മയുടെ അച്ഛൻ,
അതായത് നസീം ഷായുടെ മുത്തശ്ശൻ, അമ്മയുടെ ഭാഗത്തു നിന്നുള്ള മുത്തശ്ശൻ ഒരു കൊല്ലനായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നസീം ഷായ്ക്ക് ആ സ്ഥാനം കൊടുക്കണ്ടെന്ന് നോബിൾസിൽ ബഹുഭൂരിപക്ഷം ആളുകളും തീരുമാനിച്ചു. എന്നാലും അദ്ദേഹത്തോട് താല്പര്യമുണ്ടായിരുന്ന കുറച്ച് നോബിൾസ് ഉണ്ടായിരുന്നു. ആ നോബിൾസ് നസീം ഷായ്ക്ക് ഈ രഹസ്യം ചോർത്തിക്കൊടുത്തു. താങ്കൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. താങ്കളെ ഒരിക്കലും അവന്മാർ ചക്രവർത്തിയാക്കി വാഴ്ത്തുകയില്ല. ഇതറിഞ്ഞ നസീം ഷാ ഒരു വലിയ സേനയുമായി നേരെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. നോബിൾസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവരുടെ പക്കൽ സൈന്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെറും ഒരൊറ്റ ദിവസം കൊണ്ട് നസീം ഷായ്ക്ക് കൊട്ടാരം കീഴടക്കാനും അതിലൂടെ ഡൽഹി സുൽത്താനേറ്റിലെ അടുത്ത സുൽത്താനായിട്ട് മാറാനും സാധിച്ചു. മറ്റുള്ള ചക്രവർത്തിമാരെ പോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി. സിക്കന്ദർ ലോധി എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇനി അങ്ങോട്ട് ഞാൻ സിക്കന്ദർ ലോധി എന്നായിരിക്കും പറയുക. സിക്കന്ദർ ലോധി അദ്ദേഹത്തിൻ്റെ അച്ഛനെപ്പോലൊന്നുമായിരുന്നില്ല. പക്ഷേ രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. രണ്ടുപേരും അതിബുദ്ധിമാന്മാരായിട്ടുള്ള നല്ല കഴിവുള്ള ചക്രവർത്തിമാരായിരുന്നു. സിക്കന്ദർ ലോധി കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിച്ചത്. കാരണം ആ സ്ട്രാറ്റജിയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. മുമ്പത്തെ ചക്രവർത്തിയായിരുന്ന ബഹ്ലൂൽ ലോധിയെ പോലെയല്ല സിക്കന്ദർ ലോധി അധികാരത്തിൽ വന്നത്. ബഹ്ലൂൽ ലോധിയെ ക്ഷണിച്ചു വരുത്തി അധികാരം കൊടുക്കുകയായിരുന്നു. നോബിൾസാണ് അദ്ദേഹത്തെ ചക്രവർത്തിയാക്കി മാറ്റിയത്. എന്നാൽ സിക്കന്ദർ ലോധി നോബിൾസിനെതിരെ പട നയിച്ച് അവരിൽ നിന്നും രാജ്യം പിടിച്ചടക്കുകയായിരുന്നു. നോബിൾസിന് ഒരു രീതിയിലുള്ള താല്പര്യവും സിക്കന്ദർ ലോധിയോടില്ല. പക്ഷേ അവരത് പുറമെ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം. ആദ്യ ദിവസം തന്നെ സിക്കന്ദർ ലോധി നേരെ വന്നിരിക്കുന്നത് ആ വലിയ സിംഹാസനത്തിലാണ്. മാത്രമല്ല അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ സകല വ്യക്തികളും താണു വണങ്ങണമെന്നുള്ള ഒരു ഓർഡർ തന്നെ ഇറക്കി. കാരണം മുമ്പുണ്ടായിരുന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ആരും ചക്രവർത്തിയെ കാണുമ്പോൾ താണു വണങ്ങുന്ന ഒരു പതിവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ എല്ലാവരെ കൊണ്ടും താണു വണങ്ങിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമം ഇറക്കിയ സമയത്തൊക്കെ ആളുകൾക്ക് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തക്കതായിട്ടുള്ള ശിക്ഷ അത്തരത്തിലുള്ള പല ആളുകളും ഏറ്റുവാങ്ങുന്നത് കണ്ട് എല്ലാവരും താണു വണങ്ങാൻ തുടങ്ങി. ചക്രവർത്തിയുടെ പേര് കേൾക്കുമ്പോൾ അവർ ഓച്ചാനിച്ച് നിൽക്കും. ചക്രവർത്തി ഒന്ന് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്ന് മാറി തല കുനിച്ച് നിൽക്കും. എല്ലാവരും അദ്ദേഹത്തിന് വിധേയപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. അത് ശരിക്കും ആ കൊട്ടാരത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ ഒരു അനിവാര്യത കൂടിയായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സിക്കന്ദർ ലോധിയെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയുള്ള പ്രവിശ്യകളൊക്കെ ഭരിക്കുന്നത് ഗവർണർമാരാണെന്ന് ഞാൻ പഴയ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ഗവർണർമാർക്കൊക്കെ കൃത്യമായിട്ട് ഇടയ്ക്കിടെ പുതിയ പുതിയ സന്ദേശങ്ങളും ഓർഡറുകളും ഒക്കെ അദ്ദേഹം അയക്കുന്നുണ്ട്. അത് എല്ലാ ചക്രവർത്തിമാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പുതിയ നിയമം കൂടി വന്നിട്ടുണ്ട്. ഒരു ഗവർണറിന് ഒരു സന്ദേശം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സന്ദേശവാഹകൻ ഒരിക്കലും ആ ഗവർണറിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കില്ല. വെളിയിൽ കവാടത്തിൽ വന്ന് നിൽക്കും. അപ്പോൾ ഗവർണർ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആ കത്ത് സ്വീകരിക്കണം. അതിനുശേഷം ഉച്ചത്തിൽ അതിലെഴുതിയിരിക്കുന്ന സകല കാര്യങ്ങളും എല്ലാവരും കേൾക്കെ അവതരിപ്പിക്കണം. ഇതൊരു നിയമമാണ്, നിയമമായിട്ട് തന്നെയാണ് ഇറക്കിയത്. ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഗവർണർ തന്നെ ആ സ്ഥാനത്ത് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഗവർണറും സിക്കന്ദർ ലോധിയെ ഭയന്നിട്ടാണ് കഴിഞ്ഞിരുന്നത്. ആ ഒരു ഭയം കാരണം തന്നെ ഡൽഹി സുൽത്താനേറ്റിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചടക്കുക എന്നുള്ളൊരു ചിന്ത ഒരിക്കലും അവരിലുണ്ടായിരുന്നില്ല. ഗവർണർമാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്താൻ അവിടെ അനേകം സ്പൈ അല്ലെങ്കിൽ ചാരന്മാരുണ്ടായിരുന്നു. ഗവർണർമാരുടെ കാര്യത്തിൽ മാത്രമല്ല, കൊട്ടാരത്തിലെമ്പാടും ചാരന്മാരുണ്ട്. കൊട്ടാരത്തിൽ മാത്രമല്ല, മിലിറ്ററി ക്യാമ്പുകളിലും ചാരന്മാരുണ്ട്. മിലിറ്ററി ക്യാമ്പുകളിൽ മാത്രമല്ല, ആ രാജ്യമെമ്പാടും ചാരന്മാരുണ്ട്. ആരൊക്കെയാണ് ചാരന്മാരെന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. ഒരു വീട്ടിൽ 4-5 പേർ താമസിക്കുന്നുണ്ടെന്ന് കരുതുക. ആ 4-5 പേരിൽ ഒരാളെങ്കിലും ഒരു ചാരനായിരിക്കാം. അതുകൊണ്ട് വീട്ടിൽ പോലും രാജാവിനെതിരെ, ചക്രവർത്തിക്കെതിരെ മോശമായിട്ടുള്ള ഒരു പരാമർശം നടത്താൻ പോലും ആളുകൾ ഭയപ്പെട്ടു. അത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് കൊട്ടാരത്തിനും ഡൽഹി സുൽത്താനേറ്റിനും സമ്മാനിച്ചത്. ശിക്ഷാ നടപടികളൊക്കെ വളരെ പെട്ടെന്നാണ് നടപ്പിലാക്കുന്നത്. അത് ചക്രവർത്തിക്കെതിരെയുള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലല്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കർശനമായിട്ടുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചക്രവർത്തിയുടെ മുൻപിൽ അവതരിപ്പിക്കാം.
മണിക്കൂറുകൾ വരെ അദ്ദേഹം ഓരോ പരാതികളും കേൾക്കാൻ വേണ്ടി ചിലവഴിച്ചിരുന്നു. അദ്ദേഹത്തിന് ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നത്. സിക്കന്ദർ ലോധി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ചക്രവർത്തിയായിരുന്നു. നിയമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അതിനെല്ലാം ഉപരിയായി വളരെയധികം കൺസർവേറ്റീവായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്ന, അതിനും ഉപരി മറ്റുള്ള മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിൽ കേമനുമായിരുന്നു. അതിൻ്റെ പിന്നിലും ഒരു ബ്രില്യൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം എല്ലാവരും ഇദ്ദേഹത്തെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അഫ്ഗാൻകാരനായിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിമായിട്ടല്ല കാണുന്നത്. അദ്ദേഹം പകുതി ഹിന്ദുവാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരുന്നുണ്ടോ എന്ന് എല്ലാവരും ബോധപൂർവം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു അട്ടിമറി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം ശിക്ഷിക്കുമായിരുന്നു. അത് അങ്ങനെ ശിക്ഷിക്കുന്നുണ്ടെന്ന് എല്ലാവരും ബോധ്യപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് അവിടെ നിലനിന്ന് പോകണമെങ്കിൽ, ആ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ അനിവാര്യമായിരുന്നു. ഇത്തരത്തിൽ കിരാതമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ശിക്ഷകളെ ഒരിക്കലും ഞാൻ അനുകൂലിച്ച് പറയുകയല്ല. പക്ഷേ അത് ആ കാലഘട്ടത്തിൻ്റെ സിക്കന്ദർ ലോധിയുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ആവശ്യമായിരുന്നു. ഡൽഹി സുൽത്താനേറ്റ് വളരെയധികം വലിയൊരു സാമ്രാജ്യമാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനവധി കച്ചവടക്കാർ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ട്രേഡ് സെൻറ്ററുകളിൽ വന്ന് വ്യാപാരങ്ങൾ നടത്തും. ഈ വ്യാപാരമാണ് ഡൽഹി സുൽത്താനേറ്റിനെ തന്നെ പിടിച്ചു നിർത്തുന്നത്. അതിലൂടെ അനവധി കരം പിരിച്ചിട്ടുള്ള പണം ഖജനാവിൽ വന്ന് നിറയുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അനവധി കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഈ ട്രേഡ് റൂട്ടുകളിലൊക്കെ ഉണ്ട്. അവർ ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിലോ അല്ലെങ്കിൽ പാറകളുടെ ഇടുക്കിലോ ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അതുവഴി ട്രേഡേഴ്സ് പോകുന്ന സമയത്ത് അവരുടെ മുൻപിലേക്ക് ചാടി വീണ് അവരുടെ പണവും കച്ചവടം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന വസ്തുക്കളും അപഹരിച്ചെടുക്കും. ഇതിനെ തുടർന്ന് അനവധി ആളുകൾ ട്രേഡ് സെൻറ്ററുകളിലേക്ക് എത്താതെയായി. ഇത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെ കടിഞ്ഞാണിടുന്ന ഒരു പ്രവൃത്തിയായി മാറി. ചക്രവർത്തി കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം അവിടേക്കെല്ലാം ട്രേഡ് റൂട്ടുകളുടെ വിവിധ ഭാഗങ്ങളിലേക്കെല്ലാം അനവധി പട്ടാളക്കാരെ അയച്ചു. ആ പട്ടാളക്കാർ ഓടി നടന്ന് അവിടെ ഉണ്ടായിരുന്ന കൊള്ളക്കാരെയും പിടിച്ചുപറിക്കാരെയും ഒക്കെ ക്രൂരമായി തന്നെ ശിക്ഷിച്ചു. അങ്ങനെ ട്രേഡ് റൂട്ടുകളൊക്കെ കള്ളന്മാരിൽ നിന്നും മുക്തമായി. അതോടുകൂടി കൂടുതൽ ട്രേഡേഴ്സിനെ ട്രേഡ് സെൻറ്റേഴ്സിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. കൂടുതൽ വ്യാപാരം നടന്നു. അതിലൂടെ ഡൽഹി സുൽത്താനേറ്റ് കുറേ കൂടി സാമ്പത്തികമായി വളരാൻ തുടങ്ങി. പല രാത്രികളിലും സിക്കന്ദർ ലോധി ഇറങ്ങി നടക്കും. വേഷം മാറിയൊന്നുമല്ല, ചക്രവർത്തിയായിട്ട് തന്നെയാണ് ഇറങ്ങി നടക്കുന്നത്. രാത്രികൾ കാണുന്ന ആളുകളോട് കുശലം അന്വേഷിക്കും. രാജാവിൻ്റേതായിട്ടുള്ള ആ ഗാംഭീര്യത്തോടു കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഒപ്പമുണ്ടായിരിക്കുന്ന നോബിൾസിന് അദ്ദേഹം ഉത്തരവ് കൊടുക്കും. അങ്ങനെ അനവധി ആളുകളെ അദ്ദേഹം സംരക്ഷിച്ചു. പിതാവായ ബഹ്ലൂൽ ലോധി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് സിക്കന്ദർ ലോധിയും ചെയ്തിരുന്നത്. പക്ഷേ രണ്ടു പേരുടെയും മാർഗങ്ങൾ തീർത്തും വ്യത്യസ്തമാണെന്ന് മാത്രം. സിക്കന്ദർ ലോധി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു കവി കൂടിയാണ്. പേർഷ്യൻ ഭാഷയിൽ അനവധി കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ സംസ്കൃതത്തിലുണ്ടായിരുന്ന പല പുസ്തകങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കളിൽ നിന്ന് കൂടുതലായി ടാക്സ് പിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ജിസിയ സമ്പ്രദായം. അത് മുൻപ് തന്നെ ഡൽഹി സുൽത്താനേറ്റിലുണ്ട്. പക്ഷേ ഇടക്കാലത്ത് അത് ഇല്ലാതെയായി. സിക്കന്ദർ ലോധിയാണ് വീണ്ടും ജിസിയ സമ്പ്രദായം കൊണ്ടുവരുന്നത്. കൂടാതെ ഹിന്ദുക്കളുടെ വളരെ സേക്രഡായിട്ടുള്ള പല ക്ഷേത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സേന കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന പൂജാരിമാരെ കൊന്നുകളഞ്ഞു. ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സ്വർണവും മറ്റു പണവും ഒക്കെ അപഹരിക്കുക മാത്രമല്ല ചെയ്തത്, ആ വിഗ്രഹങ്ങൾ പല കഷ്ണങ്ങളായി മുറിച്ച് ഇറച്ചി വെട്ടുകാർക്ക് കൊടുത്തു. ഇറച്ചി വിൽക്കാനായിട്ട് ഇത് ഒരു തൂക്കുകട്ടയായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും കൊടുത്തു. അത് ഹിന്ദുക്കളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതിന് തുല്യമായിരുന്നു. പക്ഷേ ഇതിലൂടെയൊക്കെ അദ്ദേഹം നോബിൾസിനെ കൺവിൻസ് ചെയ്യിക്കുകയായിരുന്നു. ഞാൻ ഒരു ഹിന്ദു വിരുദ്ധനാണ്, ഞാൻ തികഞ്ഞ ഒരു മുസ്ലിം വാദിയാണ്, എനിക്ക് ഹിന്ദുക്കളോട് ഒരു രീതിയിലുള്ള ചായവുമില്ലെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഗ്വാളിയാറിലും ധോൽപൂരിലും ഉണ്ടായിരുന്ന രാജ്പുത് രാജാക്കന്മാരിൽ നിന്നും അദ്ദേഹത്തിന് നിരന്തരം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ ആക്രമണങ്ങളിൽ നിന്നും തൻ്റെ രാജ്യത്തെ രക്ഷപ്പെടുത്താനായി തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുന്നത്. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു.
ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുന്ന തീരുമാനമായിരുന്നു. പിന്നീടുള്ള 200 വർഷക്കാലം തലസ്ഥാനം ആഗ്രയിൽ തന്നെ സ്ഥിതി ചെയ്തു. 28 വർഷക്കാലമാണ് സിക്കന്ദർ ലോധിക്ക് അധികാര സ്ഥാനത്തിലിരിക്കാൻ സാധിച്ചത്. 28 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു തൊണ്ടവേദന ഉണ്ടായി. തൊണ്ടയിൽ ക്യാൻസർ ആയിരിക്കാമെന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ക്യാൻസർ ഒന്നുമില്ലല്ലോ, വേദന മാത്രമാണത്. ആ വേദന മാറ്റാനായി ആ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം പരമാവധി ഉപയോഗിച്ചു. പക്ഷേ തീർത്തും ദുർബലമായിട്ടുണ്ടായിരുന്ന ആ വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ക്യൂർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു. ഒരിറ്റ് വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹം വളരെയധികം പണിപ്പെട്ടു. വേദന കൊണ്ട് പൊളഞ്ഞിട്ടുള്ള ഒരു ജീവിതകാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം. ഒട്ടും ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ, ഒരു ഉമ്മുനീര് പോലും ഇറക്കാൻ സാധിക്കാതെ അദ്ദേഹം വിശന്ന് പട്ടിണി കിടന്ന് വളരെയധികം ക്ഷീണിതനായി, മെലിഞ്ഞ് എല്ലും തോലുമായി. ഒടുവിൽ 1541 അദ്ദേഹത്തിൻ്റെ തന്നെ തലസ്ഥാന നഗരമായ, അദ്ദേഹം സ്ഥാപിച്ച തലസ്ഥാന നഗരമായ ആഗ്രയിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോൾ ഡൽഹി സുൽത്താനേറ്റ് മുമ്പുണ്ടായിരുന്ന ഡൽഹി സുൽത്താനേറ്റിനേക്കാൾ കൂടുതൽ ശക്തമായിരുന്നു, കൂടുതൽ വലിപ്പമുള്ള പ്രദേശമായിരുന്നു, സാമ്പത്തികമായി വളരെയധികം ഉയർന്ന അവസ്ഥയിലായിരുന്നു. ഇത്രയധികം ലക്ഷറി ആയിട്ടുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ് അടുത്ത ചക്രവർത്തി വന്നിറങ്ങുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, സിക്കന്ദർ ലോധിയുടെ മൂത്ത പുത്രനായ ഇബ്രാഹിം ലോധിയായിരുന്നു. ഇബ്രാഹിം ലോധിയുടെ മുത്തശ്ശൻ ബഹ്ലൂൽ ലോധി ആദ്യമായി കൊട്ടാരത്തിൽ വന്നിരുന്നത് തറയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായ സിക്കന്ദർ ലോധി വന്നിരുന്നത് ആ കൊട്ടാരത്തിലെ മനോഹരമായ സിംഹാസനത്തിലായിരുന്നു. എന്നാൽ സിക്കന്ദർ ലോധിയുടെ മകൻ ഇബ്രാഹിം ലോധി വന്നിരുന്നത് ആ കൊട്ടാരത്തിൽ പോലുമല്ല, ആകാശത്തായിരുന്നു. അത്രയ്ക്കുമുണ്ടായിരുന്നു ഇബ്രാഹിം ലോധിയുടെ അഹങ്കാരം. അത്ര കഴിവുള്ള ഒരു ചക്രവർത്തിയൊന്നും ആയിരുന്നില്ല, പക്ഷേ അഹങ്കാരത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ താണു വണങ്ങണമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ പോലും ഓരോ നോബിൾസും വന്ന് വീഴണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചില്ല. ലോധി ഡൈനാസ്റ്റി തന്നെ ഉണ്ടായത് ഈ നോബിൾസ് കാരണമാണ്, അല്ലെങ്കിൽ ഈ നോബിൾസിൻ്റെ പൂർവികർ കാരണമാണ്. അവർ ക്ഷണിച്ചു വരുത്തിയാണ് ബഹ്ലൂൽ ലോധിക്ക് ഈ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇബ്രാഹിം ലോധിക്ക് അവിടെ ഉണ്ടായിരുന്ന സകല വ്യക്തികളോടും സംശയമാണ്. തന്നോട് വളരെയധികം അടുപ്പം കാണിക്കുന്ന, വർഷങ്ങളായി തൻ്റെ പിതാവിന് സേവനം അനുഷ്ഠിച്ചിരുന്ന നോബിൾസിനെ പോലും അദ്ദേഹം ശിക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം ഉണ്ടായാൽ പോലും ക്രൂരമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് ഈ നോബിൾസ് വിധേയരായേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നോബിൾസിൽ തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു, നമ്മൾ എത്രമാത്രം ഇബ്രാഹിം ലോധിയെ സേവിച്ചാലും, എത്രമാത്രം സ്നേഹിച്ചാലും, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി അനുസരിച്ച് ഒരു അടിമയെ പോലെ കൂടെ നടന്നാലും അദ്ദേഹം നമ്മളെ കൊന്നുകളയും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അതിലൂടെ മാത്രമല്ലേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്? നോബിൾസ് എല്ലാവരും കൂടിച്ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ആദ്യഘട്ടത്തിൽ നമുക്ക് ഇബ്രാഹിം ലോധിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട, രാജ്യത്തെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് ജുവാൻപൂർ, മറ്റൊന്ന് ഡൽഹി. ജുവാൻപൂർ നിലവിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ്. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി അത് അങ്ങനെ തന്നെ തുടരുകയുമാണ്. പക്ഷേ ജുവാൻപൂർ ഭരിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനല്ല, അത് മറ്റൊരു വ്യക്തിയാണ്, ജലാൽ ഖാനാണ്. ജലാൽ ഖാൻ ഈ പറയപ്പെടുന്ന ഇബ്രാഹിം ലോധിയുടെ അനിയനാണ്. ജലാൽ ഖാന് ഇതിനോട് പൂർണ്ണമായിട്ടുള്ള താല്പര്യവുമുണ്ട്. പക്ഷേ ഇബ്രാഹിം ലോധിക്ക് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. കാരണം അദ്ദേഹമായിരുന്നു ഈ പ്രദേശം മുഴുവനും ഭരിച്ചിരുന്നത്. അത് പകുതിയായിട്ട് മുറിക്കുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് ഒരു സിവിൽ വാറിന് തുടക്കമിട്ടു. ജലാൽ ഖാനും ഇബ്രാഹിം ലോധിയും സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത് ഇബ്രാഹിം ലോധിക്കാണ്. കാരണം അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു കൂടുതൽ സേനയുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ജുവാൻപൂർ പൂർണ്ണമായിട്ടും പിടിച്ചടക്കാൻ ഇബ്രാഹിം ലോധിക്ക് സാധിച്ചു. പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട അനിയനെ അദ്ദേഹം ക്രൂരമായി കൊന്നുകളഞ്ഞു. ഒപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത, 2 സ്റ്റേറ്റ് തിയറി പ്രപ്പോസ് ചെയ്ത നോബിൾസിനെയും അദ്ദേഹം വകവരുത്തി. ഡൽഹി സുൽത്താനേറ്റിൻ്റെ വിവിധ പ്രവിശ്യകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ഗവർണർമാർക്ക് ഇബ്രാഹിം ലോധിയോട് വലിയ പകയാണ്. അതുകൊണ്ട് തന്നെ അവർ പല രീതിയിലുള്ള കലാപങ്ങൾ ആരംഭിച്ചു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കലാപം ഇന്നത്തെ ബീഹാർ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ദാരിയ ഖാൻ ലൊഹാനി നടത്തിയിട്ടുള്ള കലാപമാണ്. ആ കലാപം ഒരു വിജയമായിരുന്നു. ബീഹാറിനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഡൽഹി സുൽത്താനേറ്റിൻ്റെ പശ്ചിമ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ഗവർണറായിരുന്നു ദൗലത് ഖാൻ ലോധി, അതായത് ഇന്നത്തെ പഞ്ചാബ് മേഖലയിലെ ഗവർണർ. അദ്ദേഹത്തിനും ഇബ്രാഹിം ലോധിക്കെതിരെ വലിയ വിദ്വേഷമുണ്ട്, എന്നാൽ നല്ല ഭയവുമുണ്ട്.
പക്ഷേ നോബിൾസിൻ്റെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തന്നെക്കൊണ്ട് ഒരിക്കലും ഇബ്രാഹിം ലോധിയെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. തന്നെക്കൊണ്ട് മാത്രമല്ല, നിലവിൽ ഡൽഹി സുൽത്താനേറ്റിൽ ആർക്കും അതിനുള്ള കെൽപ്പില്ല. അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയെ ഇവിടേക്ക് കൊണ്ടുവരണം. ആരാണ് ഇബ്രാഹിം ലോധിയെ കീഴടക്കാൻ ഏറ്റവും ഉചിതനായിട്ടുള്ള വ്യക്തി? അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങ് അഫ്ഗാനിൽ അതിശക്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബാബർ എന്നാണ്. ബാബറിനെ കൊണ്ട് സാധിക്കും. വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യം എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷേ മറ്റാർക്കുമില്ലാത്ത, ഡൽഹി സുൽത്താനേറ്റിൽ ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചില സാങ്കേതിക വിദ്യകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒന്നാണ് മസ്കറ്റ് തോക്കുകൾ. വളരെയധികം നീളമേറിയിട്ടുള്ള തോക്കുകളാണ്. ആ കാലഘട്ടങ്ങളിൽ മസ്കറ്റ് തോക്കുകൾ പ്രചരിച്ചു വരുന്നതേ ഉള്ളൂ. ഡൽഹി സുൽത്താനേറ്റിലുള്ള ഒരു മനുഷ്യരും ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ബാബറിൻ്റെ പക്കൽ ഇതുണ്ട്. അതുപയോഗിക്കാൻ അറിയാവുന്ന സേനയുമുണ്ട്. അതിനുപരിയായി വലിയ രീതിയിലുള്ള പീരങ്കികളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. വളരെ ചെറിയ സേനയാണെങ്കിൽ പോലും ഇബ്രാഹിം ലോധിയെ വകവരുത്താൻ ബാബറിനെ കൊണ്ട് സാധിക്കും. അങ്ങനെയാണ് ദൗലത് ഖാൻ ലോധിയും കുറച്ച് നോബിൾസും നേരെ അഫ്ഗാനിലേക്ക് പോകുന്നത്. ബാബറിനെ കണ്ട് കാര്യം അവതരിപ്പിച്ചു. ബാബറിന് വളരെ സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു സുൽത്താൻ്റെ സ്ഥാനം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. നിലവിലുള്ള ഡൽഹി സുൽത്താനേറ്റിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി സ്വയം സുൽത്താനായിട്ട് അവരോധിതനാകണം. ഈ ബാബർ വളരെയധികം ഉയർന്ന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ടിമൂറിൻ്റെ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ടിമൂറിൻ്റെ പിൻഗാമിയാണ്. അതുപോലെ ചെങ്കിസ് ഖാൻ്റെ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ചെങ്കിസ് ഖാൻ്റെ ലീനിയേജിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ചെങ്കിസ് ഖാനും ടിമൂറും കൂടി ചേർന്നിട്ടുള്ള ശക്തനായിട്ടുള്ള ബാബർ ഡൽഹി സുൽത്താനേറ്റിനെതിരെ, ഇബ്രാഹിം ലോധിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പാനിപ്പട്ട് യുദ്ധം ആരംഭിക്കുന്നത്. പാനിപ്പട്ട് വളരെ തരിശായിട്ട് പരന്നു കിടക്കുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു വലിയ പ്രദേശമാണ്. ആ പ്രദേശത്താണ് യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിൽ ബാബറിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുന്നത് വെറും 15,000-ഓളം വരുന്ന സേനയാണ്. അതേസമയം ഇബ്രാഹിം ലോധിയോടൊപ്പമുള്ളത് 1,00,000-ൽ പരം സേനയാണ്. ഇബ്രാഹിം ലോധി ബാബറിൻ്റെ പക്കലുള്ള സേനയെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഈ ദുർബലമായിട്ടുള്ള സേനയെ ഉപയോഗിച്ചിട്ടാണോ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ പോകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഒന്നും ചിന്തിച്ചില്ല. ഒരു പ്ലാനുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന സകല സൈനികരോടും നേരെ ആക്രമിച്ച് കയറാൻ പറഞ്ഞു. ആ 15,000 പേരെയും ഇല്ലാതെയാക്കാൻ പറഞ്ഞു. അവരെല്ലാവരും ഒരു ഓർഡറുമില്ലാതെ വളരെ മെസ്സിയായി നേരെ ആ 15,000 ആളുകളുടെ നേർക്ക് കുതിച്ചു. ബാബറിൻ്റെ പക്കൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയായിരുന്നു. തൻ്റെ നേർക്ക് ഓടി വരുന്ന 1,00,000-ഓളം വരുന്ന സേനയിൽ അനവധി ആനകളുണ്ട്. ആ ആനകൾ ഒരു കാലഘട്ടത്തിൽ പോലും പീരങ്കിയുടെ ഒച്ച കേട്ടിട്ടില്ല. ബാബർ പീരങ്കികൾ പ്രയോഗിക്കാൻ ഉത്തരവ് കൊടുത്തു. ആ പീരങ്കികൾ അങ്ങോട്ട് ഓടി വരുന്ന ആ സൈനികരുടെ ദേഹത്തൊന്നും പതിക്കുന്നില്ല. കാരണം അവരൊക്കെ കുറേ കൂടെ അകലെയാണ്. പക്ഷേ ആ ശബ്ദം അവിടെ വരെ എത്തി. ശബ്ദം കേട്ടപ്പോൾ ആനകളൊക്കെ വിരണ്ടു. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടാൻ തുടങ്ങി. ഈ ഓടുന്നതെല്ലാം ഡൽഹി സുൽത്താനേറ്റിലെ സൈനികരുടെ നെഞ്ചത്തുകൂടിയായിരുന്നു. സൈനികർ ഭയപ്പെട്ട് 4 ദിക്കിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴായിരുന്നു ബാബറിൻ്റെ അടുത്ത ട്രിക്ക് പ്രയോഗിക്കുന്നത്. 4 വശങ്ങളിലൂടെയും ബാബറിൻ്റെ സേന അവരെ ആക്രമിച്ചു. 4 വശങ്ങളിലും ബാബറിൻ്റെ സേനയുണ്ട്. അവരുടെ കയ്യിൽ വലിയ വലിയ തോക്കുകളുണ്ട്. അതിനുപരിയായി ഇതിൻ്റെ എല്ലാം മധ്യഭാഗത്ത് ചിതറി ഓടിക്കൊണ്ടിരിക്കുന്ന ആനകളുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ 1,00,000-ഓളം വരുന്ന സേന ശരിക്കും ഒറ്റപ്പെട്ടു പോയി. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്രാഹിം ലോധിയുടെ ധീരത. ഇബ്രാഹിം ലോധി എങ്ങോട്ടും ഓടി രക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കാമായിരുന്നു. പിന്നീടുള്ള കാലം അവിടെ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷേ അതിന് മുതിരുന്നില്ല. പകരം അദ്ദേഹം അവിടെ തന്നെ നിലനിന്ന് ധീരനായി പോരാടി. ഒടുവിൽ ആ യുദ്ധമെല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു വലിയ കൊലക്കളമാണ് നമുക്ക് പാനിപ്പട്ടിൽ കാണാൻ സാധിക്കുന്നത്. അനവധി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പലരുടെയും ശവശരീരം വളരെ വികൃതമാണ്. മുഖത്തുകൂടിയൊക്കെയാണ് ആന ചവിട്ടി ഓടിയിരിക്കുന്നത്. അങ്ങനെ വികൃതമായി കിടക്കുന്ന അനവധി ശവശരീരങ്ങളുടെ ഇടയിൽ നമുക്ക് ഒരു ശവശരീരം എടുത്തറിയാൻ സാധിക്കും. കാരണം ആ വസ്ത്രം മറ്റുള്ളവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അതൊരു സുൽത്താൻ്റെ വസ്ത്രമായിരുന്നു. അതൊരു സുൽത്താൻ തന്നെയായിരുന്നു. അത് ഇബ്രാഹിം ലോധിയായിരുന്നു. ഇബ്രാഹിം ലോധി ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ള അത്ര കഴിവുള്ള ഒരു സുൽത്താനൊന്നുമല്ല.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചേ മതിയാവുകയുള്ളൂ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രത്തിൽ ഒരു ചക്രവർത്തിമാരും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. മരിക്കുമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ടായിട്ടും ധീരനായിട്ട് അവസാന നിമിഷം വരെ അദ്ദേഹം ആ പടക്കളത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സൈനികരോടൊപ്പം നിന്ന് പോരാടി. മരിക്കും വരെ അദ്ദേഹം ഒരു വലിയ പോരാളിയായിരുന്നു. മരണശേഷവും അദ്ദേഹം പോരാളി തന്നെയാണ്. 1526 ഏപ്രിൽ മാസത്തിൽ ഡൽഹി സുൽത്താനേറ്റ് പാനിപ്പട്ട് യുദ്ധത്തോടുകൂടി ഇല്ലാതെയായി. അടുത്തത് മുഗൾ രാജവംശമാണ്. മുഗൾ രാജവംശം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ശൈലിയുള്ള, വ്യത്യസ്തമായിട്ടുള്ള രക്തമൊഴുകുന്ന സുൽത്താൻമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ നമുക്കൊരിക്കലും ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താൻമാരെന്ന് പറയാൻ സാധിക്കില്ല. അവരൊക്കെ മുഗളന്മാരായിരുന്നു, മുഗൾ രാജവംശമായിരുന്നു. ഈ സീരീസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഡൽഹി സുൽത്താനേറ്റ് അവസാനിച്ചു. പക്ഷേ ഇനി തുടങ്ങാൻ പോകുന്നത് മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രമാണ്. മുഗൾ രാജവംശത്തിൻ്റെ ആദ്യ എപ്പിസോഡിനായി കാത്തിരിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.